മഹാകുരുശരണം 2025 മാർച്ച് 6 എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാ ദൈവീക അംശങ്ങൾക്കും ശ്രീനിവാസപ്പയുടെ വിനീത നമസ്കാരം. ഇന്നും നാളെയായിട്ട് ഇതുവരെയും കോണ്ടാക്ട് ചെയ്ത എല്ലാ ആൾക്കാരെയും ഞാൻ വിളിക്കുകയോ അല്ലെങ്കിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യും. അപ്പോൾ ദക്ഷിണ കഴിയാവുന്നതും അയക്കാണ്ടിരിക്കുക. ഇതുവരെ 38 പേര് ദക്ഷിണ അയച്ചു കഴിഞ്ഞു. അപ്പോൾ ദക്ഷിണ അയച്ചാലേ നോക്കുള്ളൂ എന്നൊന്നും ആരും വിചാരിക്കരുത്. അതുപോലെ ഈ ഫോണിൽ ദയവ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കാണ്ടിരിക്കുക. ഒരു വിനീത അപേക്ഷയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് വിളിക്കുമ്പോൾ ആരോടെങ്കിലും സംസാരിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് കോള് കേൾക്കുകയില്ല. അതാണ് കുഴപ്പം. അതുകൊണ്ട് അങ്ങനെ ആർക്കെങ്കിലും വിളിച്ചാൽ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടുമെന്ന് വിചാരിച്ച് വിളിക്കുന്നവർ ജസ്റ്റ് ഒറ്റ പ്രാവശ്യം ഒറ്റ കോള് ഒരു മിസ് കോള് തരിക. ഞാൻ തീർച്ചയായിട്ടും തിരിച്ച് വിളിക്കാം. കാര്യം കുറേ നേരം ഒരു റിങ് ഇങ്ങനെ കണ്ടിന്യൂസ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത്രയും നേരം എൻ്റെയും അപ്പുറത്ത് കേൾക്കുന്ന ആളുടെയും സമയം പോവുകയാണ്. അത് ബാക്കിയുള്ളവരെ സർവീസ് ചെയ്യേണ്ട സമയമാണ് പോണത്. ദയവ് ചെയ്ത് അതുകൊണ്ട് ഒന്ന് സഹകരിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. പിന്നെ ഞാൻ ഗുരുവായൂരപ്പൻ്റെ എനിക്ക് കിട്ടിയ ഒരു പാഠം പറയാമെന്ന് പറഞ്ഞിരുന്നു. അത് പറയാണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു 97-98 കാലഘട്ടത്തിലാണ് എനിക്ക് കൂടുതൽ നേരം കാത്തു നിൽക്കുന്ന സമയത്തെല്ലാം ചെയ്യണമെന്നുള്ളൊരു നിർബന്ധ ബുദ്ധിക്കാരനാണ്. അപ്പോൾ ഞങ്ങൾ ഗുരുവായൂരിൽ നിന്ന് ഞാനും വൈഫും മൂത്തമോനായ ആ സമയത്ത് അമ്മയായിട്ട് അവിടെ ഒരു റൂം എടുത്ത് നിന്ന് മുമ്പത്തെ ദിവസം ദർശനം കണ്ട് പിറ്റേ ദിവസം രാവിലെ ദർശനം കണ്ടു കഴിഞ്ഞിട്ട് ഒരു 11:30 കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫും അമ്മയും മോനും കൂടി പറഞ്ഞ് അന്ന് കുട്ടികളെയും സ്ത്രീകളെയും കയറ്റുന്നൊരു ക്യൂ ഉണ്ടായിരുന്നു. ആ സമയത്ത് വടക്ക് വശത്ത് കൂടിയോ മറ്റോ കയറ്റിക്കൊണ്ടിരുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് അത് കുറച്ച് നേരം നിന്നാതെ. അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ കയറി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞു. പക്ഷേ 12:15 കഴിഞ്ഞിട്ടും ഇവരെ കാണുന്നില്ല. അപ്പോൾ 1 മണിക്കുള്ള ട്രെയിനാണ്. അന്ന് 1 മണിക്ക് അവിടെ നിന്നൊരു ട്രെയിനുണ്ട്. അതിൽ ഞങ്ങൾക്ക് തിരിച്ചു വരണം. ആ സമയം ടിക്കറ്റ് നേരത്തെ എടുത്തതാണ്. അപ്പോൾ അത് ഇവരെ കാണാത്ത കൊണ്ട് ക്യൂവിൽ നിന്ന് ഇവരെ വിളിച്ചിറക്കി. ഞാൻ പറഞ്ഞു ഇല്ല, നമുക്ക് ട്രെയിൻ മിസ്സാകും, റൂം വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് പോകണമെന്ന് പറഞ്ഞ് 12:15 12:30 അവർ ക്യൂവിൽ നിൽക്കുകയാണ്. അപ്പോൾ 12:30 ആയില്ല. അപ്പോൾ ഇത് ചെയ്തു. അവർ ഇതൊന്നും ചെയ്യാണ്ട് വന്നു. ഓക്കെ, നമുക്ക് 1 മണിക്ക് ട്രെയിനിന് പോകണം എന്നുള്ളത് കൊണ്ട് റൂമും വെക്കേറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് വന്നു. റൂം വെക്കേറ്റ് ചെയ്തു. ഞങ്ങൾ ട്രെയിനിൽ തിരിച്ചു വന്നു. പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അന്നും ഈ ധ്യാനത്തിൽ ഉപാസനയിലേക്ക് ഇരിക്കുന്ന രീതിയുണ്ട്. ധ്യാനത്തിലിരിക്കുന്നത് ഇപ്പോഴാണ് ഈ മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ പുതിയ രീതിയിലുള്ള ടെക്നിക്കുകളൊക്കെ മനസ്സിലാക്കിയിരിക്കണം, പല ദീക്ഷകളും എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതിലിരിക്കുമ്പോഴത്തേക്കെല്ലാം ചില സുഖകരമല്ലാത്ത അനുഭവങ്ങളിലൂടെ പോണതായിട്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഗുരുവായൂരപ്പൻ എനിക്കിട്ട് ഒരു ചെറിയ ലെസൺ തന്നിരിക്കുകയാണ്, പാഠഭാഗം തന്നിരിക്കുകയാണെന്ന് എനിക്ക് ഓരോ ദിവസങ്ങളും മനസ്സിലാക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് തീരുമാനിച്ച് ഞാൻ പറഞ്ഞു, വൈഫിനോട് അമ്മയോട് പറഞ്ഞ് ഈ പ്രാവശ്യം വിഷുവിന് ഞാൻ ഗുരുവായൂർ പോയി തൊഴും. അത് എൻ്റെ അപ്പോൾ വിഷു ആകാനായിട്ട് 2, 3, 4 മാസങ്ങളുണ്ട്. അവർക്ക് വിഷുവിൻ്റെ അന്ന് ഗുരുവായൂർ പോയി തൊഴുവോ? ഞാൻ പറഞ്ഞ് തൊഴുതിരിക്കും. അതെൻ്റെ ഒരു പ്രായച്ചിത്തമാണ്. അത് ചെയ്തില്ലെങ്കിൽ ശരിയാകില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അതും ഒരു ഇതായിട്ട് കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എൻ്റെ ഗുരുവുണ്ട്, ബ്രഹ്മശ്രീ കൃഷ്ണപ്രാന്തിരി തിരുമേനിയുണ്ട്. അദ്ദേഹത്തിനോടും പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ചെയ്ത് തെറ്റായിപ്പോയി, പക്ഷേ നിൻ്റെ ഭാഗത്ത് ന്യായമുണ്ട്, ട്രെയിനിൽ വരണം, ട്രെയിനിൻ്റെ ഇതായി അവർക്ക് അന്ന് ദർശനം കാണിച്ചതാണ്. പക്ഷേ ദർശനത്തിന് നിന്ന ഒരാളെ അവരാഗ്രഹിച്ച് നിന്നെടുത്ത് തിരിച്ചു വിളിച്ചത് അത് ഗുരുവായൂരപ്പനായിട്ടാണ് അവരെ തോന്നിച്ചതെന്ന് പറഞ്ഞ് തിരുമേനി ഒരു വാചകം പറഞ്ഞു. അതുകൂടി കേട്ടപ്പോൾ ഇനി എന്തായാലും ശരിയെന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം അപ്പോൾ അന്ന് ഞങ്ങൾ ആലപ്പുഴയിൽ പോയി നിന്ന്. ആലപ്പുഴയിൽ നിന്ന് അപ്പോൾ രാവിലെ ഒരു ട്രെയിനുണ്ട്. ആ ട്രെയിനിൽ ബൊക്കാറോ, ആ ട്രെയിനിൽ തൃശ്ശൂർ പോയാൽ തൃശ്ശൂരിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരു ട്രെയിൻ കിട്ടും ഗുരുവായൂർക്ക് പോകാനായിട്ട്. ഞാൻ കഴിയാവുന്ന ട്രെയിൻ യാത്രയാണ് പ്രിഫർ ചെയ്യണത്. ആ സമയത്ത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഞങ്ങൾ ആലപ്പുഴയിൽ പോയി നിന്നു. അപ്പോൾ ഞാൻ രാവിലെ ഫാദറിലോ പറഞ്ഞ് രാവിലെ സ്കൂട്ടറിൽ നിന്നെ ഇവിടെ കൊണ്ടേ വിടാം, റെയിൽവേ സ്റ്റേഷനിൽ വിടാം. അപ്പോൾ അവിടെ നിന്ന് ബൊക്കാറോ ട്രെയിന് നേരത്തെ പോയി കഴിഞ്ഞാൽ 5 മണിക്കോ മറ്റുമാണ് അന്ന് ട്രെയിൻ. അത് പോയി കഴിഞ്ഞാൽ ഒരു 4 കഴിയുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ചെന്ന് ടിക്കറ്റ് എടുക്കാനുള്ള സമയമുണ്ട്. ജനറൽ സ്ലീപ്പർ ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് യാത്ര ചെയ്യാം, വലിയ തിരക്ക് കാണുകയില്ല. ശരിയെന്ന് പറഞ്ഞ് രാവിലെ 3:30 കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കിയപ്പോഴത്തേക്കും കുളിച്ചൊക്കെ പുറത്ത് നോക്കിയപ്പോൾ ചെരുപ്പ് കാണുന്നില്ല. ഞാൻ ചെരുപ്പില്ലാണ്ട് യാത്ര ചെയ്യാറില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോ വെളുപ്പിനെ കണി കാണുന്ന നേരം വിഷുവിന് വന്നിട്ട് കാണാത്ത കൊണ്ട് അവർ
ദേഷ്യത്തിന് ചെരുപ്പ് പിള്ളേരല്ലേ, ചെരുപ്പെടുത്തെങ്ങാണ്ടോ അടുത്ത തോട്ടിലേക്കാണ് മറ്റേ എറിഞ്ഞു. ഏതായാലും ചെരുപ്പില്ല. അപ്പോൾ അമ്മയും വൈഫും എല്ലാം എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും ചെരുപ്പില്ലല്ലോ, എന്നാൽ പിന്നെ പോ. ഞാൻ പറഞ്ഞു ഇല്ല, ഇത് ഗുരുവായൂരപ്പൻ്റെ പരീക്ഷണമാണ്, ഞാൻ പോയിരിക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് അമ്മായപ്പം പറഞ്ഞ് ആ സ്കൂട്ടറെ കയറ്റാമെന്ന് പറഞ്ഞ് സ്കൂട്ടറിൽ സ്റ്റാർട്ട് ചെയ്ത് പഴയ മെഡിക്കൽ കോളേജ് അവിടെ നിന്ന് നേരെ കളക്ട്രേറ്റിൻ്റെ അവിടെ എത്തി. കളക്ട്രേറ്റിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്കും സ്കൂട്ടർ ഓഫായി. ഇതെല്ലാം ഉണ്ടല്ലോ, അമ്മായച്ചൻ KSRTC ഡ്രൈവറാണ്, പെട്രോളെല്ലാം ഉണ്ട്, സ്കൂട്ടർ സ്റ്റാർട്ടാണില്ല. അമ്മായച്ചൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, നോക്കട്ടെ ഇത് ചെയ്യാം, ഇല്ലെങ്കിൽ നോക്കും. ഞാൻ പറഞ്ഞു ഇല്ല, ഞാൻ നടക്കും, ഞാൻ നിൽക്കുകയില്ല, ഇത് ഗുരുവായൂരപ്പൻ പരീക്ഷിക്കുന്നതാണ്. എനിക്ക് ചിരിയും വരുന്നുണ്ട്, കണ്ണുനീരും വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല അമ്മായച്ചൻ പട്ടി അത് ഇതൊക്കെ റോഡിൽ. ഞാൻ പറഞ്ഞു എന്തോ ആകട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നടന്നിരിക്കുമെന്ന് പറഞ്ഞ കാര്യം. എനിക്ക് ആ ട്രെയിനിൽ പോയേ പറ്റില്ല, ഇല്ലെങ്കിൽ അടുത്ത ഇമ്പോസിഷൻ കിട്ടുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അത് കഴിഞ്ഞ് നടന്ന് കുറേ നടന്ന് ചെന്ന് കഴിഞ്ഞപ്പോൾ വെള്ളക്കട ആ ഭാഗത്ത് എത്തുന്നതിന് മുമ്പ് ഒരു ഓട്ടോറിക്ഷ വന്ന് അതിന് റെയിൽവേ സ്റ്റേഷനിൽ പോയി ടിക്കറ്റ് എടുത്ത് തൃശ്ശൂരിൽ നിന്ന് അവിടുത്തെ ഒരു വെജിറ്റേറിയൻ ഇതുണ്ട്, അന്ന് അവിടെ നല്ല ദോശയൊക്കെ കിട്ടുമായിരുന്നു. അവിടെ നിന്ന് ദോശ ഇതിടാത്ത ചമ്മന്തി കിട്ടും, ഉള്ളിയൊന്നും ഇടാത്ത ചമ്മന്തി കിട്ടും. അപ്പോൾ ദോശയും ചമ്മന്തിയും കഴിക്കും അവിടെ, നല്ല ടേസ്റ്റാണ്. ഇപ്പം എല്ലാം മാറി, ഇപ്പോൾ ഉള്ളി ഇടാത്ത ഒരു സാധനവും കിട്ടാത്ത അവസ്ഥയായിപ്പോയി. പോട്ടെ, അതൊരു വേറെ വിഷയം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗുരുവായൂർ ചെന്ന് വലിയ കാര്യത്തിൽ ഇത് ചെയ്ത് സന്തോഷമായിട്ട് ചെന്ന് നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ നടപ്പന്തലും കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്താണ് പാമ്പ് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കല്ലേ, അതുപോലെയാണ് ക്യൂ ഇരിക്കുന്നത്. ഞാനൊരു 10 മണി കഴിഞ്ഞപ്പോൾ എനിക്കൊന്ന് 10-10:15 ഞാൻ അവിടെ എത്തി. അപ്പോൾ ക്യൂവിൽ കയറി നിന്ന്. ഇനി വേറെ ഇതൊന്നുമില്ല, ഗുരുവായൂരപ്പ ശരണം, ഒരു സംശയമില്ല. ഇന്ന് ഗുരുവായൂരപ്പനെ കണ്ടിട്ടേ ഇന്ന് പോക്കുള്ളൂ, ഇല്ലാണ്ട് ശരിയാകുമല്ലെന്ന് മനസ്സിലായി. അവിടെ അങ്ങനെ നിന്ന് ഇടയ്ക്ക് ബാത്റൂമിൽ പോകുമ്പോൾ അടുത്ത് നിൽക്കുന്ന ആളുടെ അടുത്ത് പറയും ഒന്ന് ബാത്റൂമിൽ പോയി വരട്ടെ എന്ന് പറഞ്ഞ് അവിടെ അങ്ങനെ നിന്ന് 2 മണിക്ക് 10:15-10:30 നിന്ന്. ഞാൻ സാധാരണ ഇത്രയും നേരമൊന്നും നിൽക്കാത്ത ആളാണ്. കാര്യം എനിക്ക് ആ പോളിയോയുടെ ഇത് വന്നുകൊണ്ട് നടുവിന് ഇടയ്ക്ക് സംസാരിക്കാൻ തുടങ്ങും, കാല് സംസാരിക്കാൻ തുടങ്ങും. അങ്ങനെ ചില ശരീരത്തിൻ്റെ അവയവങ്ങൾ സംസാരിക്കുന്ന ഒരു പ്രത്യേകത എനിക്കൊക്കെ. എങ്കിലും നിന്ന് ഗുരുവായൂരപ്പ എന്നെ പരീക്ഷിക്കുകയാണെന്ന് മനസ്സിലായി, കൈവിടരുത്, എനിക്കിന്ന് വിഷുക്കണി ദർശനം കിട്ടണം. വിഷുക്കണിയല്ല, ഈ ദർശനം കിട്ടണം എന്നുള്ള രീതിയിൽ അങ്ങനെ നിന്ന് 2 മണി 2:15. ആ വിഷു ആയതുകൊണ്ട് കുറച്ച് ഇതായിട്ട് എനിക്ക് 2:15 ഒക്കെ കഴിഞ്ഞു എന്ന് തോന്നുന്നുണ്ട് ദർശനം കഴിഞ്ഞ് പുറത്ത് വന്നപ്പോൾ. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ ജീവിതം മാറി കേട്ടോ. ആദ്യമായിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്ന് വിവരം പറഞ്ഞാൽ അവർക്ക് അതിശയവും, നിങ്ങൾ ഇത്രയും നേരമൊക്കെ ക്യൂ നിന്ന് കണ്ടല്ലോ എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ടാണ് ലക്ഷദ്വീപിലേക്കൊക്കെ പോണത്. ലക്ഷദ്വീപിൽ ചെന്നതോടുകൂടി നമ്മുടെ ജീവിതത്തിൻ്റെ രീതി തന്നെ മാറിപ്പോയി. അപ്പോൾ നമ്മൾ പലരും പറയുന്നുണ്ട് പലവിധ പരീക്ഷണങ്ങളിലൂടെ ദൈവം കൊണ്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദരേതാത്മനാത്മാനം, നമ്മുടെ ആത്മതലം ഉയർത്താനാണ്. ആത്മതലം ഉയർത്തുമ്പോൾ നമ്മുടെ ബോധതലം മാറും. നമ്മൾ ഇപ്പോഴെന്താണ്, നമ്മളൊരു മനസ്സും ആ മനസ്സിൽ വരുന്ന ചിന്തകളുടെയും അടിമകളാണ് നമ്മൾ. അതിൽ നിന്ന് ബോധതലം എന്നൊന്നുണ്ട്. ആ ബോധതലം എനിക്കെപ്പോൾ കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 17-ാമത്തെ വയസ്സിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരു ബ്രഹ്മശ്രീകൃഷ്ണൻ പ്രാന്തിരി തിരുമേനി, അവനെ ഞാൻ നോക്കാം, അവൻ്റെ കാര്യങ്ങൾ ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ബ്രഹ്മീ സാരസ്വതകൃതം അദ്ദേഹം തന്നെ തയ്യാറാക്കി. അദ്ദേഹം തന്നെ അത് 41 ദിവസം മന്ത്രിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് 41 ദിവസം വെച്ച് കഴിക്കണമെന്ന്. അത് ആദ്യമായിട്ട് എനിക്ക് തരുന്നത്, എനിക്ക് എൻ്റെ ജാതകത്തിൽ ശരിക്കും നല്ല സ്വാധീനമുണ്ട്, ശനീശ്വരൻ സ്വാധീനമുള്ളതുകൊണ്ട് അദ്ദേഹം നഗരി അയ്യപ്പ ക്ഷേത്രമുണ്ട് പൂച്ചാക്കൽ നഗരി, അന്ന് അദ്ദേഹം അവിടെ മേൽശാന്തിയാണ്. അവിടെ ആ നടയെ വെച്ചാണ് ആദ്യം അത് കയ്യിൽ തന്ന് എനിക്ക് സേവിക്കാൻ പറയുന്നത് തിരുവേനി. അത് സേവിച്ച് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് രാവിലെ ഈ 41 ദിവസം ഇത് തന്നെ സേവയായിരുന്നു, ഈ ബ്രഹ്മീ സാരസ്വത. അത് കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മുടെ ചിന്ത മനസ്സ് എന്ന് കഴിഞ്ഞിട്ട് വേറൊരു തലത്തിലുള്ള ഒരു ബോധം വർക്ക് ചെയ്യും. പക്ഷേ അപ്പോഴും ഇതൊക്കെ പണ്ടത്തെ ഇതല്ലേ എന്ന് പറഞ്ഞിട്ട് ഇതിലൊന്നും കാര്യമില്ല എന്നുള്ള ഒരു മനോഭാവം ഉണ്ടായിരുന്നു, ചിന്തയും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കാർമ്മികം സപ്ലി എഴുതാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ. ഈ സപ്ലി എഴുതാണ്ട് കഴിഞ്ഞ ജന്മത്തിലെ കാർമ്മികം വിടുകയല്ല. അങ്ങനെ വന്നിട്ട് 33 വർഷം എന്ന് പറയുന്ന മഹാകാള സർപ്പയോഗത്തിൻ്റെ ഒരു പിരീഡാണ്. 33 വർഷം കേട്ടോ. അതിൻ്റെ പുറകിലുള്ള ഇതെന്താണെന്നറിയില്ല. ആ സമയത്ത് മഹാകാള ഇത് മാറാനായിട്ട് തിരുമേനി രുദ്രാക്ഷം ജപിച്ചു തന്നു, എല്ലാം ചെയ്തു. പഞ്ചമുഖ രുദ്രാക്ഷം അദ്ദേഹം തന്നെ വാങ്ങിച്ചിട്ട് ചേർത്തലൊരു കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അദ്ദേഹം നോക്കാൻ അറിയാമായിരുന്നു. അതൊരു കറുത്ത ചരട് കെട്ടി തന്നു, അതൊക്കെ ചെയ്തു. അതിൻ്റെ എഫക്റ്റൊക്കെ കുറഞ്ഞു. അത് കഴിഞ്ഞ്
തിരുനെല്ലിവേലി ഭാഗത്തേക്ക് ഒരു ജോലിക്ക് വിട്ടു, തിരുമേനി തന്നെ വിട്ടു. അപ്പോൾ രസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനവിടെ പോയി, കുറ്റാലത്തിനടുത്താണ്. അപ്പോൾ മാസത്തിലേക്ക് കുറ്റാലത്തിൽ പോയിട്ട് നീരാടലാണ് പരിപാടി. അന്ന് അവിടെ തെങ്കാശിയിൽ ദക്ഷിണ കൈലാസം എന്ന് പറഞ്ഞ ക്ഷേത്രമുണ്ട്, ശിവക്ഷേത്രം. അവിടെ പോയിട്ടുണ്ട്, അവിടെ പോയി ധ്യാനം ഇരുന്നിട്ടുണ്ട്. പക്ഷേ അവിടെ തിരുനെൽവേലി നെല്ലിയപ്പൻ ക്ഷേത്രത്തിലോ തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലോ പോകാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അവിടെയുള്ളവർ വിരിച്ചിട്ടുണ്ട് അവിടെ പോകാൻ. അപ്പോൾ അത് കുറേ പോകണ്ടെന്ന് പറഞ്ഞ് പോയിട്ടില്ല. പക്ഷേ കുറ്റാലത്ത് പോകും. പക്ഷേ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ബൈപ്പാസും കഴിഞ്ഞ് പല ബുക്കുകൾ, ഒരു യോഗിയുടെ ആത്മകഥ, അതുപോലെ തന്നെ സ്വാമി രാമയുടെ ശ്രീ എം കെ രാമചന്ദ്രൻ സാറിൻ്റെ ഒക്കെ ബുക്കുകളൊക്കെ വായിച്ച് LMR നമ്മുടെ രജിത് സാറിൻ്റെ യുഗപ്പിറവിക്ക് മുമ്പിൽ, അത് ഈയിടയ്ക്കാണ് വായിച്ചത്. പക്ഷേ അതിനു മുമ്പ് തന്നെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ മഹാവതാർ ബാബാജി എന്ന് പറഞ്ഞ കണക്ഷൻ കിട്ടിയപ്പോൾ എനിക്ക് മനസ്സിലായി, കതിർഗാമയിൽ നിന്ന് ഭോഗരുടെ കയ്യിൽ നിന്ന് ക്രിയായോഗ ദീക്ഷ സ്വീകരിച്ച ശേഷം മഹാവതാർ ബാബാജി വന്ന ഒരു സ്ഥലം കുറ്റാലമാണ് എന്ന് മനസ്സിലായി. അന്ന് കുളിക്കാനാണെന്ന് പറഞ്ഞ് പോയത് ഒരു എനർജിയാണ് വിളിച്ചുകൊണ്ടിരുന്നതെന്ന് മനസ്സിലാക്കാനായിട്ട് എന്നാണ്. അത് സംഭവം 90 എന്നുള്ളത് 2030 വർഷം കഴിയേണ്ടി വന്നു. മനസ്സിലായോ? 2000 അല്ല, 2020 30 വർഷം കഴിയേണ്ടി വന്നു. അപ്പോൾ ആ നഷ്ടസ്വപ്നങ്ങളെക്കുറിച്ച് ഞാനൊന്നും ആലോചിക്കുന്നില്ല, ഇനിയുള്ള കാലഘട്ടത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുന്നു. അപ്പോൾ എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലും പ്രചോദനമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്വീകരിക്കുക. നിങ്ങളുടെ ജീവിതം മാറും, നിങ്ങൾക്കൊരു ബോധതലം ഉണരും. അതിനെക്കുറിച്ചൊക്കെ ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം ഒരു 12-13 മിനിറ്റിൽ ഞാൻ നിർത്തുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉപാസനകളൊക്കെ കഴിഞ്ഞു. ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കുടുംബസമേതം, ഇന്ന് രോഹിണി നക്ഷത്രമാണ്, കൃഷ്ണൻ്റെ നാളാണിന്ന്. അപ്പോൾ അതുകൂടാണ്ട് എന്നെ യൂട്യൂബ് ലോകത്തേക്ക് കൈപിടിച്ച ശ്രീ രോഹിത് സാറിൻ്റെ, അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കരുതെന്ന്. പക്ഷേ ഏതോ ജന്മത്തിലെ അധ്യാപകനായിരുന്നു എന്ന് തോന്നണം അദ്ദേഹത്തെ സാറേ എന്ന് വിളിക്കാൻ എനിക്ക് തോന്നുന്നു. എന്നെക്കാളും വളരെ പ്രായം കുറവാണ്. പക്ഷേ ഞാൻ പറഞ്ഞ അതായിപ്പോയി. അതുപോലെ ആ ശില്പ എന്ന് പറഞ്ഞ അമ്മ, അവരെ മാം എന്നാണ് വിളിക്കുന്നത്. എന്താണെന്നറിയില്ല, ആ ഒരു ഫസ്റ്റ് എനർജിയിൽ നമുക്കൊരു ഒരു റിലേഷൻ കണക്റ്റ് ആവും. അതിൽ നിന്ന് നമുക്ക് മാറാൻ പറ്റില്ല. അപ്പോൾ ശില്പ മാം എന്ന് തന്നെ വിളിക്കുന്നത്. ശരിക്ക് എൻ്റെ മോൻ്റെ പ്രായം, മൂത്ത മോൻ്റെ പ്രായം അത്രയും പോലും ഇല്ല, അതിലും ഇളയതാണ് ആ കുട്ടി. പക്ഷേ അങ്ങനെ ചില മുജ്ജന്മത്തെ കാരണശരീരത്തിലെ റിലേഷൻ വെച്ചായിരിക്കും നമ്മളവരെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുജന്മ നക്ഷത്രമാണിന്ന്. അപ്പോൾ അതും പറയുന്നു. അപ്പോൾ ഇന്ന് എന്നെ കാണുന്ന കേൾക്കുന്ന നമ്മുടെ ഈ കൂട്ടായ്മയിലെ എല്ലാ ആൾക്കാരും, എല്ലാ കുടുംബസമേതം ആയുരാരോഗ്യ സൗഖ്യം സൽസന്താന സൗഭാഗ്യം ധനധാന്യ സമൃദ്ധി സർവകാര്യസിദ്ധി സർവൈശ്വര്യം സർവ്വമനോകാമനാഭാഷ ഉണ്ടാകണമെന്നും, എല്ലാവരുടെയും വീട്ടിൽ കുട്ടികൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് പരീക്ഷയിൽ നല്ല രീതിയിൽ എഴുതാനും നല്ല ഉന്നത വിജയം അവർക്ക് കിട്ടാനും അതിനുശേഷം അവരാഗ്രഹിച്ച രീതിയിലുള്ള ജോലി അല്ലെങ്കിൽ ഉദ്യോഗം അല്ലെങ്കിൽ സർവീസ് പ്രൊഫഷൻ എല്ലാം അവർക്ക് കിട്ടണമെന്നും, എല്ലാവരുടെയും കുടുംബത്തിൽ ശാന്തി സമാധാനം സന്തോഷം സമൃദ്ധി ഉണ്ടാകണമെന്നും, അതുപോലെ ഓരോരുത്തർ ചെയ്യുന്ന ജോലി വ്യാപാരത്തിൽ ഉത്തരോത്തരം അഭിവൃദ്ധി ഉണ്ടാകണമെന്നും, അതുപോലെ തന്നെ ഓരോരുത്തരുടെ വീട്ടിലും ജോലിസ്ഥലത്തും വ്യാപാര സ്ഥലത്തും കുട്ടികൾ പഠിക്കുന്നിടത്തും കുട്ടികൾ പഠനാവശ്യത്തിന് നിൽക്കുന്ന ഹോസ്റ്റൽ പേയിങ് ഗസ്റ്റ് സൗകര്യങ്ങളിലും, അതുകൂടാതെ ദൈനംദിനമായിട്ടുള്ള ജോലി കാര്യത്തിനോ യാത്ര ചെയ്യുമ്പോഴും കുട്ടികൾ വിദ്യാഭ്യാസ കാര്യത്തിന് യാത്ര ചെയ്യുമ്പോഴും, അതുപോലെ വ്യക്തിപരമായിട്ടോ കുടുംബപരമായിട്ടോ ചെയ്യുന്ന തീർത്ഥയാത്ര വിനോദയാത്ര ഒഫീഷ്യലായിട്ടുള്ള യാത്രകൾ ഒഫീഷ്യലായിട്ടുള്ള വിനോദയാത്ര ഇതിലെല്ലാം നമ്മുടെ ദേവതകളുടെ എല്ലാം പ്രൊട്ടക്ഷൻ കിട്ടണമെന്നും, എല്ലാവരുടെയും ഇഷ്ടദേവത കുലദേവത ഗ്രാമദേവതയുടെ അനുഗ്രഹത്താൽ എല്ലാവരുടെയും ജീവിതം സുഖസന്തുഷ്ടമാകണമെന്നും, എല്ലാവരുടെയും മനോകാമനാഭീഷ്ടമെല്ലാം നടക്കണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ടും സങ്കല്പം ചെയ്തുകൊണ്ടും എൻ്റെ ഉപാസനാമൂർത്തികളെയും ഗുരുപരമ്പരകളെയും മനസ്സേ നമസ്കരിച്ചുകൊണ്ട് എനിക്ക് അറിവ് പകർന്ന എല്ലാ ആചാര്യയും നമസ്കരിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓൾ ദി ബെസ്റ്റ് ടു ആൾ. താങ്ക് യു ആൾ.